രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിനിടയിലും സമാനമായൊരു സാഹചര്യമാണ് ഉണ്ടായത്. സൈന്യത്തിന്റെ നിർദ്ദേശം വകവയ്ക്കാതെ ബെയിലി പാലത്തിലൂടെ ഓടിച്ചു കയറ്റിയ വാഹനവും രാഹുൽ ഗാന്ധിയുടെ വാഹനവും തമ്മിൽ നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നും അതിലൂടെ ഒട്ടനവധി സമയം നഷ്ടമായി എന്നും ഒക്കെ തന്നെയാണ് പറയുന്നത്. VIP സന്ദർശനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ പരിണിത ഫലമായി തന്നെയാണ് രക്ഷാപ്രവർത്തകർ ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം ഭക്ഷണവും അവശ്യ സാധനങ്ങളും ഒക്കെ തന്നെ എത്തിക്കാൻ സമയം വൈകുന്നുവെന്നും കൃത്യമായി അത് ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പരാതിയും ഇക്കൂട്ടത്തിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് VIP-കൾ ഈ സമയം സന്ദർശിക്കുന്ന രീതി അത് ഒഴിവാക്കേണ്ടതുണ്ടെന്നും സന്ദർശന വേളയിൽ രക്ഷാപ്രവർത്തകരെ കടത്തിവിടാൻ കഴിയാത്ത രീതിയിൽ പോലീസിനും ഒപ്പം തന്നെ കൂടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും വലിയ തോതിലുള്ള സമ്മർദ്ദവും ഉണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കി പരമാവധി ഇത് ഒഴിവാക്കേണ്ടതാണ്. ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തകർ അടക്കം പ്രതിഷേധിക്കുന്നതും വാക്കേറ്റം ഉണ്ടാക്കുന്നതും ഒക്കെ തന്നെ കാണുവാനും സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് ഉടലെടുക്കാതിരിക്കാനുള്ള ശ്രദ്ധ പതിപ്പിക്കേണ്ടത് പ്രത്യേകിച്ചും ജനപ്രതിനിധികൾ തന്നെയാണ്. അവരത് കാര്യക്ഷമമായി തന്നെ നോക്കി ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് ഈ സമയത്ത് നൽകാനുള്ളത്. അതേസമയം ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ 2 താലൂക്കുകളിലെ 13 വില്ലേജുകൾ ഉൾപ്പെടെ കേരളത്തിലെ 9993.7 ചതുരശ്ര കിലോമീറ്റർ പശ്ചിമഘട്ട മേഖലയെ പരിസ്ഥിതി ലോല പ്രദേശമായി കണക്കാക്കിയിട്ടുള്ള കരട് വിജ്ഞാപനമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. കേരളം അടക്കമുള്ള 6 സംസ്ഥാനങ്ങളിലെ 56,800 ചതുരശ്ര കിലോമീറ്റർ പശ്ചിമഘട്ടത്തെയാണ് പരിസ്ഥിതി ലോല പ്രദേശമായി കണക്കാക്കിയത്. എതിർപ്പുകളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ 60 ദിവസത്തിനകം അറിയിക്കണമെന്ന നിർദ്ദേശം കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അതിനോടകം തന്നെ 300-ലധികം മരണങ്ങളും വയനാട്ടിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നതാണ് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നത്. ദുരന്തം സംഭവിച്ചതിന് പിന്നാലെ തന്നെ ജൂലൈ 31-ാം തീയതിയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു കരട് വിജ്ഞാപനം ഇറക്കാനായി തീരുമാനിച്ചത്. ക്വാറി ഉൾപ്പെടെയുള്ള എല്ലാത്തരം ഖനനങ്ങൾക്കും കരട് വിജ്ഞാപനത്തിൽ പൂർണ്ണ നിരോധനം നിർദ്ദേശിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പരിസ്ഥിതി ലോല മേഖലകളിൽ 5 വർഷത്തിനുള്ളിൽ നിലവിലുള്ള ഖനികൾ ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പുതിയ താപവൈദ്യുത പദ്ധതികളൊക്കെ തന്നെ നിരോധിക്കുന്ന രീതിയിലാണ് ഈ വിജ്ഞാപനമുള്ളത്. ഇപ്പോഴുള്ള പദ്ധതികൾ തുടർന്നും പ്രവർത്തിക്കാമെന്നും പക്ഷേ വിപുലീകരണം ഒന്നും തന്നെ ഇനി അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും നവീകരണത്തിനും ഒഴികെ വലിയ തോതിലുള്ള നിർമ്മാണ പദ്ധതികളും ടൗൺഷിപ്പുകളുമൊക്കെ ഇതിലൂടെ നിരോധനത്തിൽ പ്രാബല്യത്തിൽ വരും.